LP UP CATET Education and Child Psychology Class 16, 17 and 18 Model Questions. First one. 11 വയസ്സിന് മേൽ പ്രായമുള്ളവരെ പിയാഷെ ഏത് വികാസ ഘട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഔപചാരിക മനോവ്യാപാര ഘട്ടം. 4 50 പൈസ ചേർന്നാൽ 2 രൂപയാകും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസ ഉണ്ട് എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷെയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ ഏത് പരിമിതിയിൽ ആണുള്ളത്? പ്രത്യാവർത്തന ചിന്ത. പിയാഷെയുടെ അഭിപ്രായത്തിൽ വസ്തുസ്ഥിരതാ ഘട്ടം എന്നറിയപ്പെടുന്ന ഘട്ടം ഏത്? വസ്തുസ്ഥിരതാ ഘട്ടം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. അത് ഏത് ഘട്ടത്തിലാണ് വരുന്നത്? ഇന്ദ്രിയ ചാലക ഘട്ടം. ഫോർത്ത് വൺ. പ്രത്യാവർത്തന ചിന്ത അഥവാ റിവേഴ്സിബിലിറ്റി കുട്ടിയിൽ വികസിതമാകുന്നത് പിയാഷെയുടെ ഏതു വികസന ഘട്ടത്തിലാണ്? വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടം. വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം അതുപോലെ മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഇനി ഫിഫ്ത്ത് വൺ. പിയാഷെയുടെ സിദ്ധാന്തം അനുസരിച്ച് ഒരു ഗണിത അധ്യാപികയ്ക്ക് A+B=B+A എന്ന ആശയം പഠിപ്പിക്കുന്നതിന് കുട്ടി ഏത് ഭൗതിക നിലയിൽ എത്തിയിരിക്കണം? ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക ഘട്ടം, ബി പ്രാഗ് മനോവ്യാപാര ഘട്ടം, സി സമൂർത്ത ചിന്തന ഘട്ടം, ഡി അമൂർത്ത ചിന്തന ഘട്ടം. ഇതിലെ ഇന്ദ്രിയ ചാലക ഘട്ടം നമുക്കറിയാം സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. പ്രാഗ് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. സമൂർത്ത ചിന്തന ഘട്ടം ഇതെന്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഡി അമൂർത്ത ചിന്തന ഘട്ടം അതെന്താണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ആൻസർ ഇസ് സി സമൂർത്ത ചിന്തന ഘട്ടം. അപ്പോൾ ഇതിലെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ സമൂർത്ത ചിന്തന ഘട്ടം, അതുപോലെ തന്നെ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം എന്നിങ്ങനെ 3 പേരുകൾ മലയാളത്തിലുണ്ട്. അപ്പോൾ അത് നന്നായി ഓർത്തു വയ്ക്കുക. വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, അതുപോലെ സമൂർത്ത ചിന്തന ഘട്ടം. ഇത് എന്തിനാ പറയുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിന് തന്നെയാണ് പറയുന്നത്. ഓക്കെ. സിക്സ്ത് വൺ. വിവര വിശകലന പ്രക്രിയയിൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തലച്ചോറിൽ നടക്കുന്നത് ഏതുതരം മാനസിക പ്രവർത്തനമാണ്? ചിന്തനം അതായത് തിങ്കിങ്. വികസാന്തുക കൃത്യങ്ങൾ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന പദം ജനകീയമാക്കിയത് ഹാവിങ് ഹസ്റ്റ്. പിയാഷെയുടെ ഭൗതിക വികസനത്തിന്റെ ശരിയായ ക്രമം ഏത്? ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. മനുഷ്യന്റെ വികസനത്തിൽ സമൂഹവും സംസ്കാരവും വഹിക്കുന്ന പങ്ക് ജീൻ പിയാഷെ പരിഗണിച്ചില്ലെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? വൈഗോട്സ്കി. ശിശുവികാസത്തെ സംബന്ധിച്ച് തത്വങ്ങൾ ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ജീൻ പിയാഷെ.